നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കുവൈറ്റിൽ വിദേശികളുടെ പരിഷ്കരിച്ച താമസകാര്യ നിയമത്തിന് അംഗീകാരം. അമീറിന്റെ ഉത്തരവ് 60 വർഷത്തിന് ശേഷം. നിയമം ഉടൻ പ്രാബല്യത്തിൽ. ദുബായിൽ ടോൾ ഗേറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ടോൾ നിരക്കുകളും വർദ്ധിക്കും. തിരക്കുള്ള സമയങ്ങളിൽ ടോൾ നിരക്ക് 6 ദിർഹമാക്കും. നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരിക അടുത്ത വർഷം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പിന്നാലെ ആഡംബര ജീവിതം നയിക്കുന്നവരും സാമൂഹിക ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നതായി കണ്ടെത്തി. കോട്ടക്കൽ നഗരസഭയിൽ നടന്നത് വ്യാപക ക്രമക്കേട്. തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം. ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഹൈക്കോടതി വിധിയെയും ഭരണഘടനയെയും ഗവർണർ വെല്ലുവിളിക്കുന്നുവെന്ന് CPM. ഗവർണറുടെ നടപടികൾ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമെന്നും MV ഗോവിന്ദൻ. കരുനാഗപ്പള്ളി CPMനുള്ളിൽ കലാപക്കൊടി. കുലശേഖരപുരത്തെ പുതിയ ലോക്കൽ സെക്രട്ടറിയെ അംഗീകരിക്കാനാകില്ലെന്നൊരു വിഭാഗം. തെറ്റായ പ്രവണതകളെ വച്ചുപൊറുപ്പിക്കില്ലെന്ന് സംസ്ഥാന നേതൃത്വം. കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയുടെ അനുമതി. 90 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. നടപടി BJPയുടെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ. ഇന്ത്യ-പാക് ചാമ്പ്യൻസ് ട്രോഫി വേദിയിൽ തീരുമാനമായില്ല. മത്സരത്തിന് പാകിസ്ഥാനിലേക്കില്ല എന്ന ഉറച്ച നിലപാടിൽ ഇന്ത്യ. തർക്കം പരിഹരിക്കാൻ ICC യോഗം നാളെ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020-ൽ മുംബൈയെ തോൽപ്പിച്ച് കേരളത്തിന് അട്ടിമറി ജയം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ 4ാം ഗെയിംസിൽ ഗുകേഷ് ഡിംഗ്ലിറൻസ് പോരാട്ടം സമനിലയിൽ. ആദ്യം ഗൾഫ് വാർത്തകൾ നോക്കാം. ദുബായിൽ സാലിക് എന്ന പേരിൽ അറിയപ്പെടുന്ന ടോൾ ഗേറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ടോൾ നിരക്കുകളും വർദ്ധിപ്പിക്കുന്നു. തിരക്കുള്ള സമയങ്ങളിൽ ടോൾ നിരക്ക് 6 ദിർഹമാക്കി വർദ്ധിക്കും. 2025 ജനുവരി അവസാനം മുതൽ സാലിക് നിരക്കുകളിൽ മാറ്റം വരും. പാർക്കിംഗ് നിരക്കുകളിലും അടുത്ത വർഷം മാർച്ച് മുതൽ വർധനവ് ഉണ്ടാകും. ദുബായ് നിരത്തുകളിൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. 2025 ജനുവരി അവസാനത്തോടെ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. തിരക്കേറിയ സമയങ്ങളിൽ ഒരു സാലിക് ഗേറ്റ് കടക്കാൻ 6 ദിർഹം നൽകേണ്ടി വരും. രാവിലെ 6 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെയുമാണ് തിരക്കേറിയ സമയം. നിലവിൽ സമയവ്യത്യാസമില്ലാതെ സാലിക് നിരക്ക് 4 ദിർഹമാണ്. അതേസമയം പുലർച്ചെ 1 മണി മുതൽ രാവിലെ 6 മണി വരെ സാലിക് നിരക്ക് ഈടാക്കുകയില്ല. പൊതു അവധി, പ്രധാന പരിപാടികൾ, വിശേഷ ദിവസങ്ങൾ എന്നിവയൊഴികെയുള്ള ഞായറാഴ്ചകളിലും എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയും രാത്രി 8 മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ 1 മണി വരെയും സാലിക് നിരക്ക് 4 ദിർഹമായിരിക്കും. നിലവിൽ 10 സാലിക് ഗേറ്റുകളാണ് ദുബായ് നിരത്തുകളിൽ ഉള്ളത്. പാർക്കിംഗ് നിരക്കുകളിലും വ്യത്യാസം വരുത്തുകയാണ്. പ്രീമിയം പാർക്കിംഗ് ഇടങ്ങളിൽ രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 4 മുതൽ 8 മണി വരെയും പാർക്കിംഗ് നിരക്ക് മണിക്കൂറിന് 6 ദിർഹമാക്കി ഉയർത്തും. മറ്റ് പാർക്കിംഗ് ഇടങ്ങളിൽ 1 മണിക്കൂർ പാർക്കിങ്ങിന് 4 ദിർഹം നൽകേണ്ടി വരും. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയും രാത്രി 8 മണി മുതൽ 10 മണി വരെയും നിലവിലെ നിരക്ക് തുടരും. രാത്രി 10 മുതൽ രാവിലെ 8 വരെയും ഞായറാഴ്ചകളിലും പാർക്കിംഗ് സൗജന്യമായിരിക്കും. ഇവന്റ് സോണുകൾക്ക് ചുറ്റുമുള്ള പാർക്കിങ്ങിന് മണിക്കൂറിന് 25 ദിർഹം നൽകേണ്ടി വരും. അടുത്ത വർഷം മാർച്ച് അവസാനത്തോടെ പുതിയ പാർക്കിംഗ് നിരക്കുകളും പ്രാബല്യത്തിൽ വരും. അമൃത ന്യൂസ്, ദുബായ്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദുബായിൽ സൗജന്യ പാർക്കിംഗ് അനുവദിച്ചു. ഡിസംബർ 2, 3 തീയതികളിലാണ് RTA പാർക്കിംഗ് ഇടങ്ങളിൽ സൗജന്യ പാർക്കിംഗ് ലഭിക്കുക. എന്നാൽ പണമടച്ചുള്ള ബഹുനില പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ സൗജന്യം ലഭിക്കില്ല. ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ച പൊതു അവധി ദിനമായതിനാൽ ഫലത്തിൽ 3 ദിവസം സൗജന്യ പാർക്കിംഗ് ലഭിക്കും. കുവൈറ്റിൽ വിദേശികളുടെ പരിഷ്കരിച്ച താമസകാര്യ നിയമത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് അമീർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 60 വർഷത്തിന് ശേഷം ആദ്യമായാണ് വിദേശികളുടെ താമസകാര്യ നിയമത്തിൽ കാതലായ ഭേദഗതി വരുത്തിയിട്ടുള്ളത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ നിയമം പ്രാബല്യത്തിൽ വരും. വിദേശികൾക്ക് കുട്ടികൾ ജനിച്ചാൽ
എത്രയും വേഗം ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണം. അല്ലാത്തപക്ഷം 4 മാസത്തിനകം രാജ്യം വിടേണ്ടതാണ്. ഗാർഹിക വിസയിൽ ജോലി ചെയ്യുന്നവർ രാജ്യത്തിന് പുറത്ത് 4 മാസത്തിലധികം താമസിക്കാൻ പാടുള്ളതല്ല. പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിനായി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങണം. വിദേശികളുടെ താമസ രേഖ കാലാവധി പരമാവധി 5 വർഷമായിരിക്കും. നിക്ഷേപക വിസയിലുള്ളവർക്ക് 10 വർഷം വരെ താമസരേഖ അനുവദിക്കും. സന്ദർശക വിസയുടെ കാലാവധി പരമാവധി 3 മാസമായിരിക്കും. കാലാവധി കഴിഞ്ഞാൽ സന്ദർശകൻ ഉടൻ തന്നെ രാജ്യം വിടണം. ഗാർഹിക തൊഴിലാളി ജോലിയിൽ നിന്നും വിരമിച്ച് 2 ആഴ്ചക്കകം സ്പോൺസർ ആഭ്യന്തര മന്ത്രാലയത്തിന് വിവരം നൽകണം. വിസ കച്ചവടം നടത്തുന്നവർക്ക് എതിരെ പിഴയും ജയിൽ ശിക്ഷയും ഉൾപ്പെടെ കർശനമായ ശിക്ഷകൾ ഉണ്ടാവും. താമസരേഖ കാലാവധി കഴിഞ്ഞവർക്ക് താമസ സൗകര്യം നൽകുന്നവർക്കും ശിക്ഷ കിട്ടും. ജോലിയോ മറ്റു വരുമാന മാർഗങ്ങളോ ഇല്ലാത്തവരെ സാധുവായ താമസരേഖ ഉണ്ടെങ്കിൽ പോലും നാടുകടത്തും. നാടുകടത്തലിന് വിധേയനാകുന്നവരുടെ മുഴുവൻ ചെലവുകളും സ്പോൺസർ വഹിക്കണം. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. പകർച്ചവ്യാധിയെ അഭിമുഖീകരിക്കുന്നതിൽ അറബ് പ്രാദേശിക രാജ്യങ്ങളിൽ കുവൈറ്റ് മുൻപന്തിയിലാണെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി. രാജ്യം എയ്ഡ്സിനെതിരെ പോരാടുന്നതിൽ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. HIV ബാധിതരായ 90% ആളുകളെയും തിരിച്ചറിയുക, അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് അവർ ബോധവാന്മാരാണെന്ന് ഉറപ്പാക്കുക, രോഗനിർണയം നടത്തിയവരിൽ 90% പേർക്ക് ഫലപ്രദമായ ചികിത്സ നൽകുക എന്നിവയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 2 ദിവസങ്ങളിലായി നടന്ന എയ്ഡ്സ്, ലൈംഗിക രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വാർഷിക കോൺഫറൻസിന്റെ ഉദ്ഘാടന വേദിയിൽ കുവൈറ്റിന്റെ ആരോഗ്യരംഗത്തിന്റെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്തു തന്നെ എയ്ഡ്സ് ബാധിതരായ 100-ലധികം പ്രവാസികളെ രാജ്യത്തു നിന്നും നാടുകടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിൽ ആരോഗ്യ മന്ത്രാലയത്തിലെ മുഴുവൻ ജീവനക്കാർക്കും സ്മാർട്ട് ഫിംഗർ പ്രിന്റ് ഹാജർ രേഖപ്പെടുത്തൽ സംവിധാനം വരുന്നു. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവദിയാണ് പ്രഖ്യാപനം നടത്തിയത്. ജനുവരി 5 മുതലാണ് പുതിയ സംവിധാനം നടപ്പിൽ വരിക. ഡോക്ടർമാർ, നഴ്സുമാർ, ഫാർമസിസ്റ്റുകൾ, ടെക്നീഷ്യന്മാർ, അഡ്മിനിസ്ട്രേറ്ററുകൾ, എഞ്ചിനീയർമാർ എന്നിവർ ഉൾപ്പെടെ ഏകദേശം 70,000 ജീവനക്കാർക്ക് പുതിയ സംവിധാനം ബാധകമായിരിക്കും. നിലവിലെ ഹാജർ രേഖപ്പെടുത്തൽ സംവിധാനത്തിന് പകരം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പ്രത്യേക ആപ്ലിക്കേഷൻ വഴിയായിരിക്കും ജീവനക്കാരുടെ ഹാജർ രേഖപ്പെടുത്തുക. ഇതിന്റെ പൈലറ്റ് ആപ്ലിക്കേഷൻ ഡിസംബർ 4-ന് ആരംഭിച്ച് ജനുവരി 4 വരെ തുടരുമെന്നും എല്ലാ ആരോഗ്യ മന്ത്രാലയ ജീവനക്കാരെയും ഉൾപ്പെടുത്തി ജനുവരി 5 മുതൽ ഔദ്യോഗികമായി ഇത് പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു. സൗദി അറേബ്യയുടെ വിനോദസഞ്ചാര മേഖലയിൽ മികച്ച വളർച്ച തുടരുകയാണെന്നും ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ 2024-ലെ ആദ്യ 9 മാസങ്ങളിൽ മാത്രം 27% വർധനമുണ്ടായെന്നും സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് പറഞ്ഞു. മുൻവർഷം ഇതേ കാലയളവിൽ 14% വർധന. റിയാദിൽ സംഘടിപ്പിച്ച 2025 ബജറ്റ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷം രാജ്യത്തെ ടൂറിസം മേഖല 4800 കോടി റിയാലിന്റെ വളർച്ച കൈവരിച്ചു. ഈ വർഷം ആദ്യ 6 മാസത്തിനുള്ളിൽ മാത്രം ഇത് 4100 കോടി റിയാലിൽ എത്തിയിട്ടുണ്ട്. ടൂറിസം തന്ത്രം വിഭാവനം ചെയ്യുന്ന നിലവാരത്തിലെത്തുന്നതുവരെ ഓരോ വർഷവും 30% മുതൽ 40% വരെ വളർച്ച കൈവരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. സൗദിയിൽ സർക്കാർ സ്കൂളുകളിൽ അടുത്ത വേനലവധിക്ക് ജൂൺ 26 മുതൽ തുടക്കമാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ അക്കാദമിക് കലണ്ടർ വ്യക്തമാക്കുന്നു. വേനലവധിക്ക് ശേഷം ഓഗസ്റ്റ് 12-ന് സൂപ്പർവൈസർമാർക്കും ഓഫീസ് ജീവനക്കാർക്കും ഡ്യൂട്ടി പുനരാരംഭിക്കും. ഓഗസ്റ്റ് 17-ന് അധ്യാപകർക്കും ഡ്യൂട്ടി പുനരാരംഭിക്കും. പുതിയ അധ്യയന വർഷത്തിന് ഓഗസ്റ്റ് 24-നാണ് തുടക്കമാകുക. UAE-യിൽ പ്രവർത്തനം തുടങ്ങിയതിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി ഭീമ ജുവലേഴ്സ് മിഡിൽ ഈസ്റ്റ് നടത്തിയ ഗോ ഗോൾഡ് ഡ്രൈവ് ബോൾഡ് വിത്ത് ഭീമ ക്യാമ്പയിൻ സമാപിച്ചു. ക്യാമ്പയിനിൽ വിജയിച്ച രശ്മി ഭേജപ്പയ്ക്ക് നിസാൻ പെട്രോൾ സമ്മാനിച്ചു. 1 മാസം നീണ്ടുനിന്ന ക്യാമ്പയിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും UAE നിവാസികൾക്കിടയിൽ ഭീമ ജുവലേഴ്സിന്റെ അടിത്തറ വിപുലമാക്കാൻ സാധിച്ചുവെന്നും ഭീമ മിഡിൽ ഈസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ U നാഗരാജ റാവു പറഞ്ഞു. ദുബായ് സാമ്പത്തിക വികസന വകുപ്പ് നടത്തിയ നറുക്കെടുപ്പിലൂടെയാണ് വിജയെ കണ്ടെത്തിയത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഭീമ UAE-യിൽ 15 സ്റ്റോറുകൾ തുറക്കുമെന്നും ഖത്തർ, ബഹ്റിൻ തുടങ്ങിയ GCC രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയും ചെയ്യുമെന്നും U നാഗരാജ റാവു അറിയിച്ചു.
ഇനി ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പിന്നാലെ സമൂഹത്തിൽ ആഡംബര ജീവിതം നയിക്കുന്ന മറ്റുള്ളവരും സാമൂഹിക ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നതായി കണ്ടെത്തൽ. കോട്ടക്കൽ നഗരസഭയിൽ BMW കാർ സ്വന്തമായുള്ളവർ വരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി രേഖകൾ. തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് ധനമന്ത്രി KN ബാലഗോപാലും വ്യക്തമാക്കി. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾക്ക് പിന്നാലെയാണ് എല്ലാ സുഖസൗകര്യങ്ങളോടെ ജീവിക്കുന്ന മറ്റുള്ളവരും പാവങ്ങളുടെ പെൻഷൻ കൈയിട്ട് വരുന്നതിന്റെ കണക്കുകൾ പുറത്തുവരുന്നത്. മലപ്പുറത്തെ കോട്ടക്കൽ നഗരസഭയിൽ 7ാം വാർഡിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 42 പേരിൽ 38 പേരും അനർഹരാണ്. ഇതിൽ BMW കാർ സ്വന്തമായുള്ളവർ വരെ 1600 രൂപ മാസ പെൻഷൻ തട്ടിപ്പറിക്കുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ തറ വിസ്തീർണമുള്ള ആഡംബര വീട്ടിൽ AC സൗകര്യങ്ങളോടെ കഴിയുന്നവരും ഇതിൽ ഉൾപ്പെടുന്നു. മരണപ്പെട്ടവരും ലിസ്റ്റിൽ ഇപ്പോഴുമുണ്ട്. ദമ്പതികളിൽ ഒരാൾ സർവീസ് പെൻഷൻ വാങ്ങുന്നവരും അനർഹമായി പണം തട്ടിയെടുക്കുന്നു. പെൻഷൻ അർഹരായവരുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചു പോയ ജീവനക്കാരും രേഖകൾ നൽകിയ റവന്യൂ വകുപ്പിലുള്ളവരും പെൻഷൻ അനുവദിച്ചു നൽകിയവരും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയ 1450 സർക്കാർ ജീവനക്കാർക്കെതിരെയും കൃത്യമായ നടപടി സ്വീകരിക്കും. ഇവരുടെ പേര് വിവരങ്ങൾ പിന്നാലെ പുറത്തുവിടുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഏത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലും എടുത്താലും തെറ്റായ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. സാധാരണ പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധന മസ്റ്ററിങ് അതാണ്. മരിച്ചുപോയ ആളുകൾ പലപ്പോഴും മസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് പണം പൊയ്ക്കൊണ്ടിരിക്കും. അന്വേഷണം മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ് സർക്കാർ. പുറത്തു വന്നതിലും അപ്പുറം ഞെട്ടിക്കുന്ന വിവരങ്ങളാകും വരുദിനങ്ങളിൽ അറിയാനാകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉയർന്ന വരുമാനമുള്ളവർ സാമൂഹിക ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നത് അപമാനകരമായ സംഭവമെന്ന് CPM. ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. ക്ഷേമ പെൻഷനുകൾ തട്ടിച്ച 1458 ജീവനക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഇത്തരത്തിലുള്ള തീരുമാനം ദുർബല ജനവിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ക്ഷേമ പെൻഷൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 60 ലക്ഷത്തിലധികം ആളുകൾക്ക് കിട്ടുന്ന 1600 രൂപ പ്രകാരമുള്ള തുക നല്ല വരുമാനവും ശമ്പളവുമെല്ലാം വാങ്ങുന്ന ആളുകൾ തട്ടിയെടുക്കുന്നു എന്നുള്ളത് വളരെ അപമാനകരമായ ഒരു സംഭവമാണ്. ഇപ്പോൾ കണ്ടെത്തിയ 1488 എന്നുള്ളത് മാത്രമായിരിക്കില്ല. ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ പെൻഷൻ പറ്റുന്ന ഉയർന്ന വരുമാനമുള്ളവർ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തുകയും ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ച് പ്രശ്നം പരിഹരിക്കാനാവണം എന്ന് തന്നെയാണ് CPIM-ന്റെ കാഴ്ചപ്പാട്. മലപ്പുറം കോട്ടക്കൽ നഗരസഭയിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തട്ടിപ്പിൽ പ്രതിഷേധം ശക്തമാകുന്നു. നഗരസഭയിലെ 8ാം വാർഡിൽ പെൻഷൻ വാങ്ങുന്ന 42 പേരിൽ 32 പേരും അനർഹർ ആണെന്ന കണ്ടെത്തലിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ആഡംബര കാറുള്ള കുടുംബത്തിലെ വ്യക്തിയും പെൻഷൻ വാങ്ങുന്നു. നഗരസഭയിലെ മുഴുവൻ വാർഡിലും പരിശോധന നടത്തുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. കോട്ടക്കൽ നഗരസഭയിലെ 7ാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പെൻഷനിലെ വൻ ക്രമക്കേട് കണ്ടെത്തിയത്. ആഡംബരക്കാരും വീടുമുള്ളവർ ഉൾപ്പെടെ നിരവധി പേരാണ് 7ാം വാർഡിൽ മാത്രം പെൻഷൻ വാങ്ങുന്നത്. വാർഡിൽ പെൻഷൻ വാങ്ങുന്ന 42 പേരിൽ 38 പേരും അനർഹരാണെന്നാണ് കണ്ടെത്തൽ. ക്രമക്കേട് കണ്ടെത്തിയതോടെ വിജിലൻസ് അന്വേഷണത്തിന് ധനകാര്യ വകുപ്പ് ഉത്തരവിട്ടു. 5400 പേരാണ് കോട്ടക്കൽ നഗരസഭയിൽ പെൻഷൻ വാങ്ങുന്നത്. ക്രമക്കേട് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയിലെ 32 വാർഡിലും പരിശോധന നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. 32 വാർഡിലും ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കും. ആരെങ്കിലും ഈ ലിസ്റ്റിൽ അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ എല്ലാവരും 32 വാർഡിലും വാങ്ങുന്നുണ്ടെങ്കിൽ കർശനമായ നടപടിയെടുക്കും. കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ പോയി പരിശോധന നടത്തിയതിന്റെ റിപ്പോർട്ടിലാണ് നമ്മൾ ഈ ഒരു പെൻഷൻ അനുവദിക്കുന്നത്, കൗൺസിൽ അനുവദിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും 5400 ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട്. അതേസമയം സംഭവത്തിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. യൂത്ത് ലീഗ് പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചു. തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് സമരം. അമൃത ന്യൂസ്, മലപ്പുറം.
BC നിയമനത്തിൽ ഗവർണർക്കെതിരെ കടുത്ത വിമർശനവുമായി CPM. നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഗവർണർ BC-മാരെ നിയമിച്ചത്. കോടതി ഉത്തരവുകൾ ബാധകമല്ലെന്ന രീതിയിലാണ് ഗവർണറുടെ യാത്ര. ഗവർണറുടെ വിഷയത്തിൽ പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കണമെന്നും മതനിരപേക്ഷ മനസ്സുള്ളവരെ ഒരുമിച്ച് നിർത്തി ഗവർണർക്കെതിരെ പോരാടുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. സാങ്കേതിക സർവകലാശാല താൽക്കാലിക BC-യുടെ ചുമതല സർക്കാർ പട്ടികയിൽ നിന്നാകണമെന്ന വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചതിന് ശേഷം 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഗവർണർ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി അന്വേഷണപ്രകാരം BC-യുടെ ചുമതല നൽകിയിട്ടുള്ളത് എന്നത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. കരുനാഗപ്പള്ളിയിൽ CPM-നുള്ളിൽ കലാപക്കൊടി. കുലശേഖരപുരത്തെ ലോക്കൽ സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ സെക്രട്ടറി അംഗീകരിക്കാനാകില്ലെന്ന് ഒരു വിഭാഗം പരസ്യ പ്രതിഷേധവുമായാണ് പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിനിടെ വാർത്ത ചിത്രീകരിക്കാനെത്തിയ മാധ്യമ പ്രവർത്തകർക്കെതിരെ പാർട്ടിക്കാർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ശക്തമായ പ്രതിഷേധത്തിന് വഴിവെച്ചു. കൊടകര കുഴൽപ്പണ കേസിൽ അന്വേഷണത്തിന് അനുമതി. BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിലാണ് തുടരന്വേഷണം. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി അന്വേഷണത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. സതീഷിന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും. അന്വേഷണ സംഘത്തിന്റെ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരിക്കും തിരൂർ സതീഷിനെ ചോദ്യം ചെയ്യുക. തൃശൂർ പോലീസ് ക്ലബ്ബ് SIT-യുടെ ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കും. തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയും യോഗത്തിൽ തയ്യാറാക്കും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുറമെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കള്ളപ്പണം ചെലവഴിച്ചുവെന്നാണ് പോലീസിന്റെ കുറ്റപത്രം. കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷിച്ച സംഘം ഇരിങ്ങാലക്കുട കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് വിശദ വിവരങ്ങളുള്ളത്. കള്ളപ്പണം BJP-യുടേതെന്ന പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നു. K. സുരേന്ദ്രനുമായി അടുത്ത ബന്ധമാണുള്ളതെന്നാണ് ധർമ്മരാജന്റെയും മൊഴി. തിങ്കളാഴ്ച ചേരുന്ന നിർണായക യോഗത്തിൽ ADGP മനോജ് എബ്രഹാം പങ്കെടുക്കും. അമൃത ന്യൂസ്, തൃശൂർ. ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് ഗുരുതര വൈകല്യത്തോടെ ജനിച്ച ആലപ്പുഴയിലെ നവജാത ശിശുവിനെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിച്ചു. കുഞ്ഞിന് നിലവിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ വിലയിരുത്തൽ. അതേസമയം സ്കാനിംഗ് പിഴവ് ആരോപണമുയർന്ന സ്വകാര്യ ലാബുകളിലേക്ക് DYFI പ്രവർത്തകർ മാർച്ച് നടത്തി. ആരോഗ്യമന്ത്രി നിയോഗിച്ച ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ V. മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം രാവിലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി. പിന്നാലെ അനീഷും സുറുമിയും കുഞ്ഞുമായി വന്നു. കുഞ്ഞിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് മാതാപിതാക്കളിൽ നിന്ന് വിദഗ്ധ സംഘം വിശദമായി ചോദിച്ചറിഞ്ഞു. ഇതുവരെയുള്ള ചികിത്സാ രേഖകളും പരിശോധിച്ചു. വൈകല്യങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള തെറപ്പി അടക്കമുള്ള കാര്യങ്ങളും വിദഗ്ധ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിലുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി വന്ന് അവർക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. ഇനി അവർ അന്വേഷണ സംഘം ആരോഗ്യമന്ത്രിക്ക് എന്ത് റിപ്പോർട്ടാണ് കൊടുക്കുന്നത് നോക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി ചികിത്സയും കാര്യങ്ങളും ഉണ്ടാകുക. ആലപ്പുഴ ലജനത്ത് വാർഡ് സ്വദേശികളായ അനീഷ് മുഹമ്മദ് സുറുമി ദമ്പതികളുടെ മൂന്നാമത്തെ കുഞ്ഞാണ് അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ചത്. ഗർഭകാലത്ത് 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും വൈകല്യങ്ങൾ കണ്ടെത്താനായില്ല എന്നാണ് പരാതി. സുറുമിയുടെ പരാതിയിൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലപ്പുഴ DYSP രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്കാനിംഗ് പിഴവ് ആരോപണം നേരിടുന്ന ലാബുകളിലേക്ക് DYFI പ്രവർത്തകർ മാർച്ച് നടത്തി. അമൃത ന്യൂസ്, ആലപ്പുഴ. ചലച്ചിത്ര നിർമ്മാണത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന ആരോപണം നേരിടുന്ന നടൻ സൗബിൻ ഷാഹിറിനെ ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യും. ഇന്നലെ സൗബിന്റെ ഉടമസ്ഥതയിലുള്ള പറവ ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയിലും ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് അടക്കമുള്ള ഇടങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. ഉച്ചയോടെ ആരംഭിച്ച പരിശോധന രാത്രി വൈകിയാണ് അവസാനിച്ചത്. നിലവിലെ കണക്കിലെ 60 കോടിയുടെ അവ്യക്തതകൾ നീക്കാനാണ് സൗബിനിൽ നിന്നും വിശദീകരണം തേടുന്നത്. ബോയ്സ് എന്ന ചിത്രത്തിന്റെ നിർമ്മാണവുമായും കളക്ഷനുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചപ്പോഴാണ് 60 കോടിയിൽ പരം രൂപയുടെ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിൽ ഉടനടി വിശദീകരണം തേടാനാണ് ആദായനികുതി വകുപ്പിന്റെ തീരുമാനം. സൗബിന്റെ ഉടമസ്ഥതയിലുള്ള പറവ ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലും സൗബിന്റെ വീട്ടിലും ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധന രാത്രി വൈകുവോളം നീണ്ടിരുന്നു. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില നിർണായക രേഖകൾ ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. സിനിമാ നിർമ്മാണത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് താരത്തിനെതിരെ ഉയരുന്ന ആരോപണം. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണത്തിന്റെ മറവിൽ നടന്ന കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിച്ചിരുന്നു. സൗബിനെ കൂടാതെ
പിതാവ് ബാബു ഷാഹിർ, നിർമ്മാതാവ് ഷോൺ ആന്റണി എന്നിവരെയും നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് നിർമ്മാതാവ് ഷോൺ ആന്റണിയാണെന്നാണ് സൗബിന്റെ വിശദീകരണം. ഡ്രീം ബിഗ് ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയിലും അന്വേഷണ സംഘം ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ഇരു നിർമ്മാണ കമ്പനികൾക്കും കേരളത്തിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് പണം നൽകിയതെന്നും ഇതിൽ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുമാണ് ആദായനികുതി വകുപ്പ് സംശയിക്കുന്നത്. മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയുടെ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചെന്ന പരാതി നേരത്തെ അരൂർ സ്വദേശി സിറാജ് നൽകിയിരുന്നു. തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നുവെന്ന് മനസ്സിലായിരുന്നു. പോലീസ് ഈ കേസന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 7 കോടി രൂപയാണ് സിറാജ് സിനിമയ്ക്കായി നിക്ഷേപിച്ചത്. 18.65 കോടി രൂപ നിർമ്മാണ ചെലവ് വന്ന ചിത്രത്തിന് 22 കോടി ചിലവായെന്ന് ഇവർ പരാതിക്കാരനെ ധരിപ്പിച്ചു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്നും നിർമ്മാതാക്കൾ സിറാജിനെ തിരിച്ചെന്ന് പറയുന്നു. സിനിമ വലിയ ഹിറ്റായിട്ടും 1 രൂപ പോലും നൽകിയില്ല. ഇക്കാര്യം ബാങ്ക് രേഖകളിൽ നിന്ന് വ്യക്തമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏതാണ്ട് 47 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് സിറാജ് പറയുന്നത്. നിലവിലെ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ നികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല, കണക്കുകൾ മറച്ചുവെച്ചുവെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. സിനിമാ മേഖലയിലെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ED അന്വേഷണം നടത്തിവരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെയും ഇടപെടൽ. അമൃത ന്യൂസ്, കൊച്ചി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് നടി മാല പാർവതി നിരപരാധികളായ ആളുകളെ SIT ഹരാസ് ചെയ്യുകയാണ്. മൊഴി നൽകിയ സമയത്ത് കേസിന് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നതായും മാല പാർവതി പറഞ്ഞു. അതേസമയം സുപ്രീം കോടതിയിൽ നടി നൽകിയ ഹർജി അപ്രസക്തമാണെന്ന് WCC ചൂണ്ടിക്കാട്ടി ഹർജിയിൽ കക്ഷി ചേരാൻ സംഘടന അപേക്ഷ നൽകിയിട്ടുണ്ട്. മാല പാർവതിയുടെ ഹർജിയിൽ നോട്ടീസ് അയക്കുന്നതിനെ എതിർത്ത് WCC രംഗത്തെത്തി. സുപ്രീം കോടതിയിൽ നടി നൽകിയ ഹർജി അപ്രസക്തമാണെന്നും WCC ചൂണ്ടിക്കാട്ടി ഹർജിയിൽ കക്ഷി ചേരാൻ സംഘടന അപേക്ഷ നൽകി. ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികൾക്കെതിരെയാണ് നടിയുടെ ഹർജി. കോതമംഗലം കുട്ടമ്പുഴയിൽ അട്ടിക്കളത്ത് വനത്തിൽ കാണാതായ 3 സ്ത്രീകളെയും കണ്ടെത്തി. കാണാതായ പശുവിനെ തെരഞ്ഞ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് വനത്തിലേക്ക് പോയ മായ, ഡാർലി, പാറുക്കുട്ടി എന്നിവരെയാണ് തെരച്ചിൽ സംഘം കണ്ടെത്തിയത്. 5 കിലോമീറ്റർ അകലെ അറക്കമുത്തി ഭാഗത്തു നിന്നുമാണ് ഇവരെ കണ്ടെത്തിയത്. 3 സുരക്ഷിതരായി വീടുകളിൽ എത്തിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മായയുടെ പശുവിനെ അന്വേഷിച്ച് മായയും ഡാർലിയും പാർക്കുട്ടിയും വനത്തിലേക്ക് പോയത്. പശു തിരികെ എത്തിയതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരികെ പോന്നെങ്കിലും ഇവർ കാട്ടാനക്കൂട്ടത്തെ കണ്ട് തിരിഞ്ഞോടി. നേരം ഇരുട്ടിയതോടെ വലിയ പാറയുടെ മുകളിൽ കയറി സുരക്ഷിതരായി ഇരിക്കുകയായിരുന്നു. പുലർച്ചെ 2 മണിവരെ തങ്ങൾക്ക് ചുറ്റും ആനക്കൂട്ടം ഉണ്ടായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. മൊബൈൽ ഫോണിന്റെ ചാർജ് തീർന്നതും വീടുകളിലേക്ക് വിളിക്കാൻ കഴിയാതെയായി. അതേസമയം 3 തേടി രാത്രിയിൽ തന്നെ ഫോറസ്റ്റിന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സംഘം ഇവർക്ക് 200 മീറ്റർ അടുത്തുവരെ എത്തിയിരുന്നു. കാട്ടുകള്ളന്മാരാകാമെന്ന് കരുതിയാണ് ഇവരോട് പ്രതികരിക്കാതിരുന്നതെന്നും 3 സംഘം പറഞ്ഞു. തുടർന്ന് നേരം പുലർന്നതോടെ അന്വേഷണ സംഘം ഇവരെ കണ്ടെത്തുകയും തിരികെ എത്തിക്കുകയുമായിരുന്നു. വിവിധ സേനാ വിഭാഗങ്ങളുടെ 30 പേർ അടങ്ങുന്ന 4 സംഘമാണ് 3 വനത്തിൽ തിരച്ചിൽ നടത്തിയത്. തെർമൽ ഇമേജിംഗ് സംവിധാനവും ഡ്രോണും ഇതിനായി ഉപയോഗിച്ചു. വനത്തെക്കുറിച്ചുള്ള 3 സംഘത്തിന്റെ അറിവാണ് രാത്രി സുരക്ഷിതരായി കഴിഞ്ഞുകൂടാൻ ഇവരെ സഹായിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് എഴുന്നള്ളിപ്പ് നടത്തി തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്ര ദേവസ്വം. ഉത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുന്നതിന് ഹൈക്കോടതി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾക്കെതിരെ തൃപ്പൂണിത്തുറ ദേവസ്വം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ഉത്തരവ് വരുന്നതിന് മുൻപാണ് 15 ആനകളുടെ എഴുന്നള്ളിപ്പ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തിയത്. ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതിന് കർശനമായ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഇതിനെതിരെയാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം ദേവസ്വം കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും മാറ്റാനാകില്ലെന്ന് ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. 15 ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതിനെയും കോടതി ചോദ്യം ചെയ്തു. എന്നാൽ ആചാരങ്ങളുടെ ഭാഗമായുള്ള 15 ആനകളെയും ഒന്നിച്ച് അണിനിരത്തിയാണ് ക്ഷേത്രത്തിൽ രാവിലെ എഴുന്നള്ളിപ്പ് നടന്നത്. കോടതിയുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് ഉത്സവത്തിന് എഴുന്നള്ളിപ്പ് ആരംഭിച്ചതെന്ന് ക്ഷേത്ര ദേവസ്വം ബോർഡ് ഓഫീസർ അറിയിച്ചു. കോടതി വിധി മാനിച്ചുകൊണ്ട് തന്നെ ആചാരം തെറ്റിക്കാതെ പൂർണ്ണത്രയീശന്റെ ഉത്സവം, വൃശ്ചികോത്സവം 15 ആനകളെ വെച്ച് തന്നെ നമ്മളിപ്പോൾ നടത്തുകയാണ്. കോടതി വിധി മാനിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാലത്ത് തന്നെ വന്നിട്ട് വനംവകുപ്പിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു, അവർ വെറ്റിനറി ഡോക്ടർമാരെ പരിശോധന ഉണ്ടായിരുന്നു. എല്ലാ പേപ്പറുകളും അംഗീകൃതമായ പേപ്പറുകൾ ലഭിച്ചതിന് ശേഷമാണ് നമ്മൾ എഴുന്നള്ളിക്കാൻ തുടങ്ങിയിട്ടുള്ളത്.
വനം വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ കോടതി നിർദ്ദേശം പാലിക്കുന്നുണ്ട് എന്ന് ക്ഷേത്രത്തിലെത്തി ഉറപ്പുവരുത്തി. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം കൂടാതെ ആനകളും മേളക്കാരും ആനകളും ഭക്തജനങ്ങളും തമ്മിൽ നിശ്ചിത അകലം പാലിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് കോടതി പുറപ്പെടുവിച്ചിരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും പിരിഞ്ഞു. തിങ്കളാഴ്ച വീണ്ടും ചേരും. അദാനി വിരുദ്ധ മുദ്രാവാക്യമായിട്ടാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന്റേത് മോശമായ നടപടിയെന്നായിരുന്നു രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിന്റെ വിമർശനം. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഫിൻജാൽ ചുഴലിക്കാറ്റായി മാറി. നാളെ ഉച്ചയോടെ കാരക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ കര തൊടുമെന്നാണ് വിവരം. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 90 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്നലെ വൈകിട്ട് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് പിൻവലിച്ചെങ്കിലും പിന്നീട് വീണ്ടും കരുത്താർജിച്ചു. Sharanamritam co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited in association with GDS Upasana Agarbattis. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വാമിയേ ശബരിമലയിൽ ദർശനത്തിന് തിരക്കേറി. ഇന്നലെ നടയടയ്ക്കും വരെ 18-ാം പടി കയറിയത് 86,015 തീർത്ഥാടകരാണ്. ഇന്ന് പുലർച്ചെ നട തുറന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ 6 മണിവരെ 21,665 പേർ 18-ാം പടി കയറി. മണിക്കൂറിൽ 4,000-ഓളം തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തുന്നത്. ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പരാതികളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കഴിഞ്ഞ വർഷം ആദ്യ 12 ദിവസം 5,53,922 പേരാണ് വന്നത്. ഇത്തവണ 9,13,437 പേർ ദർശനം നടത്തി. വരുമാനത്തിലും കാര്യമായ വർധനമുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. 87,991 പേരാണ് ഇന്നലെ വന്നത്. ഇന്നലത്തെ സ്പോട്ട് ബുക്കിംഗ് 15,514 ഇന്നലത്തെ സ്പോട്ട് ബുക്കിംഗ്. അത് പമ്പയിലെ മാത്രം വെരിഫിക്കേഷൻ. പുല്ലുമേട്ടിൽ 768. അപ്പോൾ ഏതാണ്ട് 16,000 സംതിങ് സ്പോട്ട് ബുക്കിംഗ് ഇന്നലെ വന്നു. ഇന്നലെ ആയിരുന്നു ഏറ്റവും വലിയ ബുക്കിംഗ്. പക്ഷെ എന്നിട്ടും നമുക്ക് പ്രശ്നങ്ങളില്ലാതെ വളരെ ശാന്തസുന്ദരമായി സംതൃപ്തിയോടുകൂടി ഭക്തർ മലയിറങ്ങി പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇപ്രാവശ്യം അത് 9,13,437 കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്രാവശ്യം 3,59,515 പേർ അധികമായി വന്നു 12 ദിവസത്തിൽ. കൊല്ലം അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിൽ സമാവർത്തന ചടങ്ങ് സംഘടിപ്പിച്ചു. 2018 വർഷം പ്രവേശനം നേടിയ ബിരുദ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങാണ് വിപുലമായി സംഘടിപ്പിച്ചത്. ധന്വന്തരി ഹോമത്തിനു ശേഷം വിഷ്ണു സഹസ്രനാമ ജപം, ഭജന എന്നിവയോടെയാണ് സമാവർത്തനം 2024 ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് അമൃതേശ്വരി ഹാളിൽ അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ഡീൻ സ്വാമി ശങ്കരാമൃതാനന്ദപുരിയുടെ പ്രഭാഷണത്തോടെ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ, രജിസ്ട്രാർ ഡോക്ടർ ഗോപകുമാർ S എന്നിവർ മുഖ്യാതിഥികളായി. സംസ്കൃത ഭാരതി പ്രസിഡന്റ് വൈദ്യവാചസ്പതി പണ്ഡിതരത്നം ഡോക്ടർ PK മാധവൻ, അമൃത സ്കൂൾ ഓഫ് ആയുർവേദ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ രമേശ് NV, ദ്രവ്യഗുണ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ പ്രിയ S എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആചാര്യവന്ദനവും ചരകപ്രതിജ്ഞയും നടത്തി. റാങ്ക് നേടിയ വിദ്യാർത്ഥികളെയും സംസ്കൃത ഡിപ്ലോമയും സർട്ടിഫിക്കറ്റ് കോഴ്സും കരസ്ഥമാക്കിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. കായിക വാർത്തകൾ നോക്കുമ്പോൾ മുഷ്താഖ് അലി 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് പോരാട്ടത്തിൽ കരുത്തരായ മുംബൈയെ തോൽപ്പിച്ച് കേരളം. 43 റൺസിനാണ് കേരളത്തിന്റെ ആവേശ ജയം. കേരളം എടുത്ത 235 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റിന് 191 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 35 പന്തിൽ 68 റൺസ് എടുത്ത മുംബൈയുടെ അജിങ്ക്യ രഹാനെയുടെ പോരാട്ടം പാഴായി. കേരളത്തിനായി പേസർ നിതീഷ് 4 വിക്കറ്റ് എടുത്തു. പുറത്താകാതെ 99 റൺസ് എടുത്ത സൽമാൻ നിസാറാണ് കളിയിലെ താരം.
ഇന്ത്യ പാക് ചാമ്പ്യൻസ് ട്രോഫി വേദിയിൽ തീരുമാനമായിട്ടില്ല. വേദിയെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായി തുടരുന്നു. മത്സരത്തിന് പാകിസ്ഥാനിലേക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ മത്സരങ്ങൾ മറ്റൊരു വേദിയിലേക്ക് മാറ്റണമെന്ന BCCI ആവശ്യം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നിഷേധിച്ചു. ഹൈബ്രിഡ് മോഡൽ PCB നിരസിച്ചാൽ ചാമ്പ്യൻസ് ട്രോഫി പൂർണ്ണമായും UAE-യിലേക്ക് മാറ്റിയേക്കുമെന്നാണ് റിപ്പോർട്ട്. തർക്കം പരിഹരിക്കാൻ നിർണായക ICC യോഗം നാളെ ചേരും. ചാമ്പ്യൻസ് ട്രോഫിയുടെ 9ാം പതിപ്പാണ് ഫെബ്രുവരി 19 മുതൽ മാർച്ച് 9 വരെ നടക്കുക. പാകിസ്ഥാനാണ് നിലവിലെ ചാമ്പ്യന്മാർ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 4ാം ഗെയിം സമനിലയിൽ. 3ാം ഗെയിംസിൽ ഇന്ത്യയുടെ ഡി ഗുകേഷും ഇന്നും ജയം നേടിയാണ് 4ാം ഗെയിമിന് എത്തിയത്. ചൈനയുടെ ഡിങ് ലിറനാണ് ഗുകേഷിന്റെ എതിരാളി. 14 മത്സരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിലുള്ളത്. ആദ്യം 7.5 പോയിന്റ് ലഭിക്കുന്ന ആൾക്കാണ് ലോക ചെസ് കിരീടം സ്വന്തമാക്കാൻ സാധിക്കുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.